നല്ല മഴ പെയ്ത് ചോർന്നു. വീണ്ടും കനത്ത മഴക്കുള്ള ഒരു കോളും ഉണ്ട്. വിശപ്പാണെങ്കിൽ ഉള്ളുവിളി നല്ലപോലെ മുഴക്കുന്നുണ്ട്. അന്തരീക്ഷം തണുത്തിരിക്കുന്ന ഈ സമയത്ത് ആവി പറക്കുന്ന നല്ല ചൂട് ബിരിയാണി, അത് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം ആഹാ. ഈ ബിരിയാണിക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റും ചെറിയ പൈസയാകുന്നുള്ളെങ്കിലോ പിന്നെ കഴിക്കാൻ പറ്റിയൊരു ചുറ്റുപാടും. ഡബിൾ ഹാപ്പി. അങ്ങനെയുള്ളൊരു സ്ഥലം, അതും കൊച്ചിയിൽ. എവിടെ നിന്നറിയാം? നമ്മളെ ഹൈക്കോടതി ജംഗ്ഷൻ്റെ അവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ മംഗളവനത്തിൻ്റെ അടുത്തായിട്ട് അവിടെയാണ് ഈ ചെറിയൊരു ബിരിയാണി കടയുണ്ട്. അവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ കേട്ടോ. സാദാ ബിരിയാണിയും തൂത്തുക്കുടി ബിരിയാണിയും. തൂത്തുക്കുടി ബിരിയാണിയാണ് അവരെ സ്പെഷ്യല്. പക്ഷെ സാദാ ബിരിയാണിയും അടിപൊളിയാണ്. മത്ബഖ് ബിരിയാണി എന്നാണ് ഈ ഷോപ്പിന്റെ പേര്. ഇവിടെ ബിരിയാണിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന റൈസ് നമ്മളെ ചെറിയ ജീര റൈസ് അല്ലേ, അതിൻ്റെയാണ്. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ മുട്ട അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ചെറിയ 2 പീസ് ഉണ്ട്, അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന പീസാണ്. പിന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്. ഇവിടുത്തെ റേറ്റ് എന്ന് വെച്ചാൽ ഒരു നമ്മുടെ സാധാ ദം ബിരിയാണിയില്ലേ, അതിന് 100 രൂപ. തൂത്തുക്കുടി ബിരിയാണിക്ക് 120 രൂപ. അങ്ങനെ ഞാൻ ഒരിക്കൽ മേടിച്ച റൈസ് അങ്ങനെ തീർന്നു കേട്ടോ. പിന്നെ അവരോട് ചേട്ടാ കുറച്ച് റൈസ് കിട്ടുമെന്ന് വെച്ചാൽ എന്താ ഈ ക്വാണ്ടിറ്റിയിലാകുമ്പോൾ നമുക്ക് റൈസ് രണ്ടാമത് ഇവർ കൊണ്ടിട്ടുതന്നെ എങ്ങനെയുണ്ട്. അപ്പോൾ പിന്നെ 100 രൂപക്ക് ലാഭിഷല്ലേ. ഇതാണ് കേട്ടോ രണ്ടാമതൊന്ന് റൈസ്. നല്ല ചിക്കനും നല്ല വെന്ത ചിക്കനാണ് ബിരിയാണീൻ്റെ അത് യൂസ് ചെയ്യുന്നത്. ഒന്നും പറയാനില്ല, 100 രൂപക്ക് അടിപൊളി തന്നെയാണ്. അങ്ങനെ നമ്മൾ ബിരിയാണിയെല്ലാം കഴിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങി കേട്ടാ. ഏതായാലും കൊടുത്ത പൈസക്ക് തൃപ്തിയോടെ കഴിച്ചിറങ്ങാം കേട്ടാ.